മുസ്ലിം സമുദായത്തെ അടിച്ചൊതുക്കാനും ഇന്ത്യ ഒട്ടുക്കും വർഗീയ കലാപങ്ങൾ അഴിച്ചുവിടുന്നതിനുമായി മോദി സർക്കാർ തിരക്കിട്ട് പാസാക്കിയ വഖഫ് ബില്ലിന് സുപ്രീം കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചോദിച്ച പല ചോദ്യങ്ങൾക്കും കേന്ദ്ര സർക്കാരിന്റെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയ്ക്ക് മറുപടി പോലും ഉണ്ടായില്ല. ഇതിന്മേൽ വിധി പറയാനിരിക്കുന്ന മെയ് 5 വരെ നിലവിലുള്ള സ്ഥിതിയിൽ നിന്ന് ഒരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. മോദിയുടെ വഖഫ് ബില്ലിനെതിരെയുള്ള സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളെ നമുക്ക് വിശദമായി കാണാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വഖഫ് ബില്ലിന് വഖഫ് സംശോധൻ ബില്ല് എന്നാണ് മോദി സർക്കാർ പേര് നൽകിയത്. അതായത് വഖഫിനെ ശുദ്ധീകരിക്കാനുള്ള ബില്ല് എന്ന്. എന്നാൽ ഇതിന്റെ ലക്ഷ്യം വഖഫിനെ ശുദ്ധീകരിക്കുകയല്ല, മറിച്ച് മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുക മാത്രമായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. ഈ ബില്ലിനെതിരെ 72 ഹർജികളിലാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. മുസ്ലിം ലീഗ്, CPI, DMK, തമിഴ്നാടൻ വിജയ് നയിക്കുന്ന തമിഴ്നാട് വെട്രിക്കഴകം, YSR കോൺഗ്രസ്, അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ്, ജംഇയ്യത്ത് ഉലമ ഐ ഹിന്ദ്, തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൈത്ര, കോൺഗ്രസ് MP മുഹമ്മദ് ജാവേദ്, AIMIM നേതാവും MPയുമായ അസറുദ്ദീൻ ഉവൈസി, RJD AAP നേതാവ് അമാനത്തുള്ള ഖാൻ, അസോസിയേഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ്, മൗലാന അർഷദ് മാദനി, അൻജും ഖാത്രി, മുഹമ്മദ് ഷാഫി, മുഹമ്മദ് ഫസലുർ റഹീം തുടങ്ങിയ 72 പേർ സമർപ്പിച്ച ഹർജികളാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. ഈ ഭേദഗതിയെ അനുകൂലിച്ചുകൊണ്ട് BJP ഭരിക്കുന്ന 7 സംസ്ഥാനങ്ങളും സുപ്രീം കോടതിയെ സമീപിച്ചു. ഇതിലെ ഏറ്റവും ദോഷകരമായ 2 വ്യവസ്ഥകൾ സുപ്രീം കോടതി മരവിപ്പിച്ചിരിക്കുകയാണ്. അതായത് വഖഫ് ബൈ യൂസർ റദ്ദാക്കാൻ പാടില്ല, പിന്നെ വഖഫ് ബോർഡിലേക്ക് മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ നിയമിക്കാനുള്ള നീക്കം. ഇത് മരവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റേ ചെയ്തിരിക്കുന്നതിന് തുല്യം തന്നെയാണ്. മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകളെ വഖഫ് ബോർഡിലേക്ക് നിയമിക്കാനുള്ള നീക്കത്തെക്കുറിച്ച് സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിന്റെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോട് ചോദിച്ചത് നിങ്ങൾ മുസ്ലിങ്ങളെ ഹിന്ദു ബോർഡുകളിലേക്ക് നിയമിക്കാൻ തയ്യാറാകുമോ എന്നാണ്. അതായത് ദേവസ്വം ബോർഡ്, അമ്പല കമ്മിറ്റി തുടങ്ങിയ ഹിന്ദുക്കളുടെ സ്ഥാപനങ്ങളുടെ ബോർഡുകളിലേക്ക് മുസ്ലിങ്ങളെ നിയമിക്കണം എന്ന് പറയുന്നതിന് തുല്യമല്ലേ വഖഫ് ബോർഡിലേക്ക് മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ നിയമിക്കണം എന്ന് പറയുന്നത് എന്ന്. ഇതിന് കേന്ദ്ര സർക്കാരിന്റെ സോളിസിറ്റർ ജനറലിന് ഒരു മറുപടിയും പറയാനില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ നാവിറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി പല കാര്യങ്ങൾക്കും സ്റ്റേ അനുവദിച്ചിട്ടില്ല എന്നതിന്റെ കാരണമായി സുപ്രീം കോടതി പറഞ്ഞത് സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ നിന്നും ഒരു മാറ്റവും വരുത്താൻ പാടില്ല എന്ന് വ്യവസ്ഥ വെച്ചതിനാലാണ്. അതിനാൽ ഇവ സ്റ്റേ ചെയ്യേണ്ട ആവശ്യകതയില്ല. കാരണം ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിലവിലുള്ള നിയമത്തിൽ നിന്നും ഒരു മാറ്റവും വരുത്താൻ സാധിക്കുകയില്ല. കേന്ദ്ര സർക്കാരിന്, മോദി സർക്കാരിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇതെന്ന് പറയാതെ വയ്യ. ഇതിൽ പ്രതിപക്ഷം ഏറ്റവും ആക്ഷേപം ഉന്നയിച്ചിരുന്ന 2 കാര്യങ്ങളാണ് മരവിപ്പിച്ചിരിക്കുന്നത്. തുഷാർ മേത്ത പറഞ്ഞത് ഇതിനുവേണ്ടി ഒരു JPC കമ്മിറ്റി രൂപീകരിക്കുകയും അവർ 38 മീറ്റിംഗുകൾ കൂടുകയും ചെയ്തു എന്നാണ്. എന്നാൽ ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ പ്രതിപക്ഷം നിർദ്ദേശിച്ച ഒരു ഭേദഗതികളും വരുത്താൻ മോദിക്കൂട്ടം തയ്യാറായില്ല. 44 ഭേദഗതികളാണ് പ്രതിപക്ഷം നിർദ്ദേശിച്ചത്. ഇപ്പോഴത്തെ കോടതിയുടെ നിരീക്ഷണം അനുസരിച്ച് പ്രതിപക്ഷം നിർദ്ദേശിച്ച എല്ലാ ഭേദഗതികളും വളരെ അർത്ഥവത്താണ് എന്നാണ് കാണിക്കുന്നത്. ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് പ്രതിപക്ഷത്തെ സംസാരിക്കാൻ പോലും സമ്മതിക്കാതെ അവിടെ കയ്യാങ്കളി ഉണ്ടായി എന്ന് പറഞ്ഞ് പ്രതിപക്ഷ അംഗങ്ങളെ പുറത്താക്കുകയായിരുന്നു ചെയ്തത്. ആ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ പ്രതിപക്ഷം ഉന്നയിച്ച എല്ലാ കൺസേൺസും ആണ് വളരെ റെലവന്റ് ആണെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയത്. യൂണിഫോം സിവിൽ കോഡും CAAയും നടപ്പിലാക്കിയതുപോലെ ഏകപക്ഷീയമായാണ് ഈ ബില്ലും കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയത്. മെയ് 5-ാം തീയതി വരെ വഖഫ് ബോർഡിലേക്ക് ഈ പുതിയ നിയമം അനുസരിച്ച് ഒരു നിയമനങ്ങളും നടപ്പിലാക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. നിലവിൽ വഖഫ് ബോർഡിൽ 8 ഒഴിവുകളാണ് ഉള്ളത്. വഖഫ് ബോർഡിൽ മൊത്തം 22 അംഗങ്ങളാണ് ഉള്ളത്. 2025 സംഘിക്കൂട്ടങ്ങളുടെ ബില്ലനുസരിച്ച് ഈ 22 അംഗങ്ങളിൽ 12 പേരും മുസ്ലിമുകൾ അല്ലാത്തവർ ആകാം. എന്നാൽ 2 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് അല്ലാതെ മറ്റാരും അമുസ്ലിങ്ങൾ ആകരുതെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഈ 2 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിൽ ഒരാൾ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി
കിരൺ റിജിജുവും മറ്റൊരാൾ വഖഫിന്റെ ചുമതലയുള്ള ജോയിന്റ് സെക്രട്ടറിയോ അഡീഷണൽ സെക്രട്ടറിയോ ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും മുസ്ലിമുകൾ അല്ലാത്തവർ ആകാമല്ലോ. പിന്നെ 2025 ഈ പുതിയ ബില്ലനുസരിച്ച് 2 ലോക്സഭാ അംഗങ്ങൾ, നിലവിൽ കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് ഒരൊറ്റ മുസ്ലിം MP പോലും ഇല്ലാത്തപ്പോൾ ഈ 2 പേരും മുസ്ലിങ്ങൾ അല്ലാത്തവർ ആകാമല്ലോ. ഒരു രാജ്യസഭാ MP അതും മുസ്ലിം ആയിരിക്കണം എന്നില്ലല്ലോ. സുപ്രീം കോടതിയിലെയോ ഹൈക്കോടതിയിലെയോ 2 മുൻ ജഡ്ജിമാർ അവരും മുസ്ലിങ്ങൾ ആവണമെന്നില്ലല്ലോ. ഒരു അഡ്വക്കേറ്റ് അത് മുസ്ലിം ആവണമെന്നില്ലല്ലോ. പിന്നെ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ട്, മെഡിക്കൽ എന്നീ മേഖലകളിൽ നിന്നുള്ള 4 പേർ. അങ്ങനെ പുതിയ നിയമം അനുസരിച്ച് 22 പേരിൽ ഭൂരിപക്ഷം വരുന്ന 12 പേരെയും സംഘികളിൽ നിന്ന് നിയമിക്കാമല്ലോ. അപ്പോഴുള്ള അവസ്ഥ എന്ന് ഓർത്തു നോക്കുക. 12 സംഘികളും 10 മുസ്ലിമുകളും ചേർന്ന മുസ്ലിം വഖഫ് ബോർഡിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന്. 1995 വഖഫ് ബിൽ അനുസരിച്ച് മുസ്ലിങ്ങളല്ലാത്ത ആരും വഖഫ് ബോർഡിൽ ഉണ്ടായിരിക്കാൻ പാടില്ലായിരുന്നു. അതാണ് മോദിക്കൂട്ടം 12 സംഘികളെ തിരികെ കയറ്റി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. ഈ വഖഫ് യൂസർ എന്ന് പറയുന്നത് നിലവിൽ വഖഫായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രജിസ്ട്രേഷൻ നടത്താത്ത പ്രോപ്പർട്ടികളാണ്. സുപ്രീം കോടതി അതിന് ഒരു ഉദാഹരണമായി പറഞ്ഞത് ഡൽഹിയിലെ ജുമാ മസ്ജിദ് ആണ്. ഇത് 17ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. വഖഫ് ബൈ യൂസർ റദ്ദാക്കിയാൽ ഡൽഹിയിലെ ജുമാ മസ്ജിദ് സംഘികൾക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുമല്ലോ എന്നാണ് കോടതി ചോദിച്ചത്. 1923 ബ്രിട്ടീഷ് സർക്കാരാണ് ആദ്യമായി വഖഫ് ആക്ട് കൊണ്ടുവരുന്നത്. അതിന് പ്രകാരം 1925 മുതലാണ് വഖഫ് പ്രോപ്പർട്ടികൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നത്. ഇന്ത്യയിൽ തന്നെ വസ്തുക്കൾക്ക് രജിസ്ട്രേഷൻ കൊണ്ടുവരുന്നത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ്. അപ്പോൾ 1925 മുൻപുള്ള വഖഫിന്റെ പ്രോപ്പർട്ടികളെല്ലാം ഈ നിയമം വഴി അസാധുവാകുന്ന അവസ്ഥയായിരുന്നു. ഇന്ത്യയിലെ പ്രധാന മസ്ജിദുകളും ഖബർസ്ഥാനുകളും ദർഗകളും എല്ലാം തന്നെ 1925 മുൻപ് നിർമ്മിച്ചവയാണ്. മൊത്തമുള്ള 8 ലക്ഷത്തോളം വഖഫ് പ്രോപ്പർട്ടികളിൽ 4 ലക്ഷത്തിലധികവും വഖഫ് ബൈ യൂസർ ആണ്. മൊത്തം 9 ലക്ഷം ഏക്കർ ഭൂമിയാണ് വഖഫ് ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ 1925 മുൻപുള്ള 4 ലക്ഷത്തോളം പ്രോപ്പർട്ടികൾക്ക് രജിസ്ട്രേഷൻ ഉള്ളതല്ല, അല്ലെങ്കിൽ അന്ന് രജിസ്ട്രേഷൻ നിലവിലില്ലായിരുന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ഇതിന് കേന്ദ്ര സർക്കാർ മറുപടി പറഞ്ഞത് നിലവിൽ വഖഫായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ പ്രോപ്പർട്ടിയും അങ്ങനെ തന്നെ നിലനിൽക്കും എന്നാണ്. അപ്പോഴാണ് കോടതി ചോദിക്കുന്നത് 13ാം നൂറ്റാണ്ടിലും 14ാം നൂറ്റാണ്ടിലും 15ാം നൂറ്റാണ്ടിലും എന്നുവേണ്ട രജിസ്ട്രേഷൻ നിലവിൽ വരുന്നതിന് മുൻപ് വഖഫായിരുന്ന പ്രോപ്പർട്ടികളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. അതിന് അവർ പറഞ്ഞ മറുപടി തർക്കമില്ലാത്ത എല്ലാ ഭൂമികളും വഖഫായി തുടരും എന്നായിരുന്നു. അവിടെയാണ് ഏറ്റവും വലിയ കലാപമുണ്ടാകാനുള്ള കെണിയിരിക്കുന്നത്. രാജസ്ഥാനിലെ അജ്മേർ ദർഗ 1500 നിർമ്മിച്ചതാണ്. അതായത് 500 വർഷങ്ങൾക്ക് മുൻപ്. അത് മുൻപ് ശിവക്ഷേത്രം നിന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് സംഘികൾ മാന്താൻ തുടങ്ങിയിരുന്നു. അതുപോലെ ഈ അടുത്ത കാലത്ത് സമ്പലിൽ ഉണ്ടായ കലാപം, 1500കളിൽ പണിത സമ്പലിലെ ജുമാ മസ്ജിദ് മുൻപ് ശ്രീഹരി ക്ഷേത്രം ആയിരുന്നു എന്നും പറഞ്ഞ് ഉത്തർപ്രദേശിലെ കോടതിയിൽ സംഘികൾ ഒരു പരാതി നൽകി. ഉടനെ തന്നെ കോടതി അവിടെ മാന്താൻ അനുമതി കൊടുത്തു. അതേ തുടർന്ന് അവിടെ വലിയ കലാപമാണ് പൊട്ടിപ്പുറപ്പെട്ടത്. അതായത് 1925 രജിസ്ട്രേഷൻ നടപ്പിലാകുന്നതിന് മുൻപ് നിർമ്മിച്ച എല്ലാ മസ്ജിദുകളുടെ അടിയിലും ശിവലിംഗം തപ്പാൻ വേണ്ടി ഈ നിയമം കാരണമാവും. ഏതായാലും സുപ്രീം കോടതി അതിന് തടയിട്ടത് രാജ്യത്തിന് വളരെ ആശ്വാസവും കലാപമുണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന മോദിക്കും കൂട്ടർക്കും വലിയ തിരിച്ചടിയുമാണ്. പിന്നീട് ഈ നിയമത്തിലുണ്ടായിരുന്ന വിചിത്രമായ ഒരു നിബന്ധനയായിരുന്നു 5 വർഷം മുസ്ലിം ആയിരുന്ന ആളിന് മാത്രമേ വഖഫായി പ്രോപ്പർട്ടി നൽകാൻ കഴിയുകയുള്ളൂ എന്നുള്ളത്. ഇത് എന്തു നിയമമാണ് എന്നാണ് കോടതി ചോദിച്ചത്. ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് ഹാജരായ കപിൽ സിബൽ ചോദിച്ചത് ഇതാണ്: ആരാണ് ഒരാൾ മുസ്ലിം ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്? ഞാൻ ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനല്ലാതെ സംഘികളാണോ? ഇത് ഇഷ്ടമുള്ള മതവിശ്വാസം പിന്തുടരുന്നതിന് അനുമതി നൽകുന്ന ആർട്ടിക്കിൾ 25 കടന്നുകയറ്റമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ മോദിയുടെ ഈ പുതിയ ബില്ലിലുള്ള വളരെ വിചിത്രമായ ഒരു കാര്യമായിരുന്നു ഏതെങ്കിലും കളക്ടറോ അതിനു മുകളിലുള്ള ഉദ്യോഗസ്ഥനോ ഏത് പ്രോപ്പർട്ടിയും വഖഫ് ആണോ അല്ലയോ എന്ന് സർട്ടിഫൈ ചെയ്യാം എന്നുള്ളത്.
ഇത് എന്തു വിചിത്രമായ കാര്യമാണെന്നാണ് കോടതി ചോദിച്ചത്. അപ്പോൾ മോദിയുടെ സോളിസിറ്റർ ജനറലിന് മറുപടി പറയാൻ വാക്കുകളില്ലായിരുന്നു. 95 ലക്ഷത്തിലധികം പരാതികളാണ് വഖഫിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിന് ലഭിച്ചത് എന്നാണ് കിരൺ റിജിജു പാർലമെന്റിൽ പറഞ്ഞത്. അതിന്റെ പേരിലാണ് ഇതിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി വളരെയേറെ ആലോചിച്ച് ചിന്തിച്ച് ഈ ബില്ല് കൊണ്ടുവന്നത് എന്നാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് കോടതി ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഇവരുടെ വക്കീലിന് ഒരു മറുപടിയും നൽകാൻ സാധിക്കില്ല. അതിനാൽ കോടതി അവർ ചോദിച്ച നിർണായക ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കേന്ദ്ര സർക്കാരിന് ഒരാഴ്ച സമയം അനുവദിച്ചിരിക്കുകയാണ്. ഏതായാലും പുതിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഭരണഘടനയോടും നിയമത്തോടും കൂറു പുലർത്തുന്നവനും നട്ടെല്ലുള്ളവനുമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. മന്ദസംഖ്യകളുടെ ഇടയിൽ ഇത് വലിയ നിരാശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനാൽ സുപ്രീം കോടതിയെ എല്ലാ തരത്തിലും അപമാനിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ അവർ ഇടുന്ന പോസ്റ്റുകളിൽ ചിലതാണ് ഇത്. അജിത് ഭാരതി എന്ന വളരെ പേരുകേട്ട തലച്ചോറില്ലാത്ത സംഖ്യയാണ് ഇത്. അവൻ കാണിച്ചിരിക്കുന്നത് കണ്ടോ? സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്നത് മുകളിലെ ചിത്രത്തിൽ ഉള്ളതുപോലെയും യഥാർത്ഥത്തിൽ താഴത്തെ ചിത്രത്തിൽ ഉള്ളതുപോലെയും ആണെന്ന്. അതായത് സുപ്രീം കോടതിയെ ഒരു മോസ്കായി ചിത്രീകരിച്ചുകൊണ്ട് കാണിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വളരെ പേരുകേട്ട മറ്റൊരു സംഖ്യയാണ് മിസ്റ്റർ സിന്ന എന്ന പേരിൽ സോഷ്യൽ മീഡിയയിലൂടെ വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇവൻ. അവൻ സുപ്രീം കോടതിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ശരിയത്ത് കോടതിയാണ് എന്നാണ്. ഇവന്റെ തന്നെ മറ്റൊരു പോസ്റ്റാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പുതിയ ഒരു ബില്ല് കൊണ്ടുവരണം, പാർലമെന്റിൽ ഗവൺമെന്റ് പാസാക്കുന്ന ബില്ലിനെ കോടതികളിൽ ചോദ്യം ചെയ്യാൻ ആവില്ല എന്ന്. ഇത് ജനാധിപത്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന്. പിന്നെ എന്തിനാണ് മന്ദബുദ്ധി സംഘി കോടതികൾ? അങ്ങനെയാണെങ്കിൽ മന്ദബുദ്ധി സംഘിക്കൂട്ടം പാർലമെന്റിൽ എന്ത് തീരുമാനിച്ചാലും അത് നിയമമാക്കാമല്ലോ. തലച്ചോറിന്റെ സ്ഥാനത്ത് ചാണകമാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതുപോലെ വളരെയേറെ സംഖ്യകളാണ് സുപ്രീം കോടതിയെ മോസ്കായി ചിത്രീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റുകൾ ഇടുന്നത്. ഏതായാലും മോദിക്കും കൂട്ടർക്കും വലിയ തിരിച്ചടിയാണ് വഖഫ് ബില്ലിന്മേലുള്ള സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ.